ആലപ്പുഴ അരൂർ എം.എൽ.എ. എ.എം. ആരിഫിന്റെ വീട്ടിൽ മോഷണം. ആലപ്പുഴ വലിയകുളം ജംഗ്ഷനിലുള്ള വീട്ടിലാണ് മോഷണം നടന്നത്. മോഷ്ടാക്കൾ അടുക്കള വാതിൽ പൊളിച്ചാണ് അകത്ത് കയറിയത്. സ്വർണ്ണാഭരണവും പണവും നഷ്ടപ്പെട്ടു. പുലർച്ചെയോടെയാണ് വീട്ടിൽ മോഷണം നടന്ന വിവരം എം.എൽ.എയുടെ കുടുംബം അറിയുന്നത്. 3-ാം തീയതി തിരുവനന്തപുരത്തായിരുന്ന എം.എൽ.എ. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് വീട്ടിലെത്തിയത്. 11 മണിയോടെ ഇവർ ഉറങ്ങാൻ കിടന്നു. 2 നിലകളുള്ള വീടിൻ്റെ താഴത്തെ നിലയിലുള്ള അലമാരയിൽ നിന്നാണ് 6 പവൻ്റെ സ്വർണവും പണവും മോഷണം പോയത്. ഭാര്യയുടേതും മോളുടേതും എല്ലാമായി ഒരു 6 പവനോളം സ്വർണം അലമാരിയിലുണ്ടായിരുന്നു. അത് എല്ലാം പോയി. ഭാര്യ ലോൺ അടയ്ക്കാനടക്കം വെച്ചിരുന്ന 17,000 രൂപ അലമാരിയിൽ നിന്ന് പോയി. എനിക്ക് ഇന്നലെ സാലറി കിട്ടിയ എൻ്റെ 10,000 രൂപയോളം എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. ആ 10,000 രൂപയും പോയി. 27,000 രൂപയും 6 പവൻ്റെ സ്വർണം പോയിട്ടുണ്ട്. ഇന്നാണ് അറിയുന്നത് ഈ പരിസരം മുഴുവൻ. ഇന്നലെ ഇവിടെ കയറി കൂടാതെ 2 വീട്ടിൽ കൂടെ കയറി. അവിടുന്ന് പക്ഷേ ഒരു കുട്ടി എഴുന്നേറ്റ് ഉറക്കത്തിൽ കണ്ടതോടുകൂടി ഇറങ്ങി ഓടി. അങ്ങനെ 2 വീട്ടിലെ ശ്രമം പരാജയപ്പെട്ടു. ഇന്നലെ തന്നെ 2-3 ദിവസം മുമ്പ് അവർ തൊട്ടപ്പുറത്തൊരു വീട്ടിൽ നിന്ന് 6 പവൻ്റെ സ്വർണം പോയിരുന്നു. ഇത്രയും വ്യാപകമായി ഈ പ്രദേശങ്ങളിലെല്ലാം കുറേ ദിവസങ്ങളായി മോഷണം നടന്നിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ജാഗ്രത ഉണ്ടാകാതിരുന്നതാണ് ഇവിടെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ജനപ്രതിനിധിയുടെ വീട്ടിലെ മോഷണം ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ജില്ലാ പോലീസ് മേധാവി സുരേഷ് കുമാർ പറഞ്ഞു. പ്രിൻ്റും എക്സ്പെർട്ടുകൾ വന്നിട്ടുണ്ട്, പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോഗ് സ്ക്വാഡ് വന്നിരുന്നു. അതെല്ലാം നമുക്ക് കാര്യമായിട്ടുള്ള ഒരു എവിഡൻസ് കിട്ടിയിട്ടില്ല. അത് പോലീസ് വളരെ ഗൗരവപൂർവ്വം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് എൻ്റെ വീട്ടിൽ നടന്നൊരു മോഷണം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്, ഗൗരവമുള്ളതാണ്. അതേ രീതിയിൽ തന്നെ പോലീസ് കാണുന്നുണ്ട്. മോഷണ വിവരമറിഞ്ഞ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും ആരിഫിൻ്റെ വീട്ടിലെത്തി. പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് ജി സുധാകരൻ എം.എൽ.എ. ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കൈവെട്ട് കേസിൽ എൻ.ഐ.എ. അപ്പീൽ നൽകും. ശിക്ഷ അപര്യാപ്തമെന്ന് കാണിച്ചാണ് അപ്പീൽ. അപ്പീൽ നൽകാനുള്ള തീരുമാനത്തിന് ആഭ്യന്തര മന്ത്രാലയം അംഗീകാരം നൽകി. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈപ്പത്തി വെട്ടിയ കേസിൽ കുറ്റക്കാരായി കണ്ട 13 പേർക്കാണ് കൊച്ചിയിലെ എൻ.ഐ.എ. കോടതി ശിക്ഷ വിധിച്ചത്. ഭീകരവാദം, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞതിനാൽ 10 പേർക്ക് 8 വർഷവും 3 പേർക്ക് 2 വർഷവുമാണ് കോടതി തടവ് ശിക്ഷ വിധിച്ചത്. 10 പേർക്കെതിരെ UAPA നിയമം ചുമത്തിയത് കോടതി ശരിവച്ചിരുന്നു. ഇവർക്കാണ് 8 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. ഈ ശിക്ഷ അപര്യാപ്തമാണെന്ന് കാണിച്ചാണ് എൻ.ഐ.എ. ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുക. പ്രതികൾക്കെതിരെ സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരം കുറ്റം ചുമത്തിയ സാഹചര്യത്തിൽ 10 വർഷമെങ്കിലും തടവ് ശിക്ഷ നൽകണം എന്നാണ് അപ്പീലിൽ ആവശ്യപ്പെടുക. 18 പേരെ കോടതി വെറുതെ വിട്ടതിനെതിരെയും എൻ.ഐ.എ. അപ്പീൽ നൽകും. ആഭ്യന്തര മന്ത്രാലയം കേസിൽ അപ്പീൽ നൽകാൻ അനുമതി നൽകിയിട്ടുണ്ട്. എൻ.ഐ.എ. പ്രോസിക്യൂട്ടർ അർജുൻ അമ്പലപ്പറ്റ ഉടൻ തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുംബൈയിലെ ഉല്ലാസ് നഗറിൽ മലയാളിയുടെ ഭാര്യയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. പീഡനത്തിനിരയായ സ്ത്രീയുടെ ഭർത്താവിന് കടുത്ത ഭീഷണിയുണ്ട്. പ്രദേശവാസികൾ പ്രക്ഷോഭത്തിലാണ്. പ്രസവം കഴിഞ്ഞ വിശ്രമത്തിലായിരുന്ന സ്ത്രീയെയാണ് ഉല്ലാസ് നഗറിൽ കഴിഞ്ഞ ദിവസം മൃഗീയമായി ബലാത്സംഗം ചെയ്തത്. പീഡനത്തിനും വീട്ടിൽ അതിക്രമിച്ച് കടന്നതിനും സെക്ഷൻ 376, 506 എന്നീ വകുപ്പുകളാണ് പ്രതിയുടെ മേൽ ചുമത്തിയിരിക്കുന്നത്. ജാമ്യം കിട്ടാൻ സാധ്യതയില്ലെന്ന കണക്കുകൂട്ടലാണ് ഇപ്പോൾ കേസ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി പീഡനത്തിനിരയായ സ്ത്രീയുടെ ഭർത്താവിന് മേൽ ഭീഷണിയും സമ്മർദ്ദവും ചെലുത്തുന്നത്. നേരിട്ടല്ലാതെ പരിചയക്കാരെ കൊണ്ട് വിളിപ്പിച്ചും തന്റെ സ്വസ്ഥത നശിപ്പിക്കുകയാണെന്ന് മലയാളിയായ യുവാവ് പറയുന്നു. ജീവന് ഭീഷണി വന്നതോടെ ഇവർ ഇപ്പോൾ വീട് പൂട്ടി ഒളിച്ചു താമസിക്കുകയാണ്. ഭീഷണി വിവരങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് പ്രദേശവാസികൾ ഇവർക്ക് ധാർമ്മികമായ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. आणि अगर झाला तर आम्ही रस्त्यावर येणार आणि त्याला कडी से कडी सजा दिली पाहिजे. नाही दिली तर आम्ही सगळे आंदोलन करणार. अत्याचार वो लेडी के साथ हुआ है और दूसरे के साथ में नहीं हो, ऐसे हम सब लेडीज लोग अगर इसका सुनवाई बराबर नहीं हो तो हम लोग रोड पे आंदोलन करेगा. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകി സമൂഹത്തിൽ വിളയാടുന്ന ഇത്തരം ദുഷ്പ്രവൃത്തികളെ ചെറുക്കണമെന്ന് തെരുവിലിറങ്ങിയ സ്ത്രീകൾ പറയുന്നു. जो आज वो लेडीज को हुआ है वो और बाकी किसी को भी होना नहीं चाहिए. दिल्ली में हुआ है, फिर भी कोई उसके ऊपर से एक्शन ले रही, फिर बाद में वो बंद हो जाती है. ഞങ്ങളും ഗേൾസ് ഞങ്ങൾക്കും വെളിയിലോട്ടൊക്കെ ഇറങ്ങി നടക്കണ്ടേ. ഉല്ലാസ് നഗർ പോലെ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന ശാന്തമായ സ്ഥലത്ത് പട്ടാപ്പകൽ നടന്ന അതിക്രമത്തിൽ രോഷാകുലരാണ് പരിസരവാസികൾ. हमारे सामने लेके आओ, पब्लिक चप्पल चप्पल से उसको मारेगा. നിയമത്തിന്റെ പഴുതുകളിലൂടെ ഇത്തരം കുറ്റവാളികളെ രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്ന് പല ഭാഷകളിൽ അലമുറയിടുന്ന ഇവരുടെ സ്വരങ്ങൾ ഒന്നായി കേഴുന്നത് നീതിക്ക് വേണ്ടിയാണ്. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ.
കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഫിസിഷ്യനായി ന്യൂറോളജിസ്റ്റിനെ നിയമിച്ചത് വിവാദത്തിലേക്ക്. നിയമന വ്യവസ്ഥകൾ മറികടന്ന് ഫിസിഷ്യനായി നിയമിക്കപ്പെട്ട ഡോക്ടർ ന്യൂറോ വിഭാഗത്തിൽ സേവനമനുഷ്ഠിക്കാൻ അനുവദിക്കില്ലെന്ന സൂപ്രണ്ടിന്റെ നിലപാടാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ഫിസിഷ്യനായി നിയമിക്കപ്പെട്ട ജാലിസ ബീഗം ആഴ്ചയിൽ 2 ദിവസം ന്യൂറോളജി വിഭാഗത്തിന്റെ ചികിത്സ ആവശ്യമുള്ളവർക്ക് OP ഡ്യൂട്ടി ചെയ്യാൻ സന്നദ്ധയായി രംഗത്ത് വന്നു. ഇതിനെതിരെ ന്യൂറോളജിസ്റ്റായി നിയമനം ലഭിക്കേണ്ട സീനിയർ ഡോക്ടർമാർ പരാതി നൽകിയതോടെ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജാലിസ ബീഗത്തോട് ഫിസിഷ്യന്റെ ഡ്യൂട്ടി ചെയ്താൽ മതിയെന്ന് നിർദ്ദേശിച്ചതാണ് രോഗികളുടെയും DYFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളുടെയും പ്രതിഷേധത്തിന് ഇടയാക്കിയത്. 15-16 വർഷമായ മെഡിസിൻ ഡോക്ടർമാരുടെ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഒന്നും ഇവിടെ അനുവദിക്കാത്ത പ്രധാന ഘടകമെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ പോകണോ, ശങ്കേശി പോകണോ, ഉപാസന പോകണോ, പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ കാര്യങ്ങൾ നടക്കാനുള്ള കാര്യമുള്ളൂ. ഈ പാവപ്പെട്ട ഈ ഡോക്ടറേറ്റ് പീഡിപ്പിക്കുന്ന കാര്യമില്ല. അതേസമയം വർക്ക് അറേഞ്ച്മെന്റ് അനുസരിച്ച് ന്യൂറോ ഡ്യൂട്ടി ചെയ്യാൻ അവകാശമുണ്ടെന്ന നിലപാടിൽ ജാലിസ ബീഗവും ഉറച്ചുനിന്നു. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ചട്ടവിരുദ്ധ നിയമനങ്ങളും സർക്കാർ ഡോക്ടർമാർ തമ്മിലുള്ള ശീതസമരവും രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഒരുപോലെ വലച്ചതിന്റെ ദൃഷ്ടാന്തമായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്ന പ്രതിഷേധങ്ങൾ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോർപ്പറേഷൻ ഇടിച്ചു നിരത്തിയ സ്കൂൾ മതിൽ പുതുക്കി പണിത് നൽകാത്തതിനെതിരെ ജനകീയ മതിൽ കെട്ടി രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം. കൊച്ചി എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിലാണ് ഗേറ്റിന് വീതി കൂട്ടി പണിതു നൽകാമെന്ന് വാഗ്ദാനം നൽകി കോർപ്പറേഷൻ പൊളിച്ചു മാറ്റിയത്. ഗേറ്റിന് വീതി കൂട്ടി പണിത് നൽകണമെന്ന സ്കൂളിന്റെ ആവശ്യത്തെ തുടർന്ന് അവധിക്കാലത്താണ് കൊച്ചി കോർപ്പറേഷൻ എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗേറ്റും മതിലും പൊളിച്ചു മാറ്റിയത്. മതിൽ പൊളിച്ചതിന് തൊട്ടുപിന്നാലെ സ്ഥലത്തിന് അവകാശവാദമുയർത്തി സമുദായ സംഘടന കോർപ്പറേഷനിൽ പരാതി നൽകി. പരാതി സ്വീകരിച്ച കോർപ്പറേഷൻ മതിൽ പണിയുന്നത് നീട്ടിവെച്ചു. ഗേറ്റില്ലാത്തതിനാൽ സ്കൂളിൽ നായ്ക്കളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും ശല്യം വർദ്ധിച്ചതിനെ തുടർന്നാണ് രക്ഷിതാക്കൾ ജനകീയ മതിൽ കെട്ടി പ്രതിഷേധം തീർത്തത്. നല്ല നീറ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന സ്കൂളാണ്. ഗേറ്റ് തുറന്ന ഇതായിട്ട് കാരണമാണ് പട്ടികളുടെ കുഴപ്പം, അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. 1600ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ കിണറിന്റെ അവസ്ഥയാണിത്. ഇത് വൃത്തിയാക്കുന്നതിൽ പോലും കോർപ്പറേഷൻ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നു. കോർപ്പറേഷൻ രേഖാമൂലം സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കിണർ ക്ലീനിങ്ങും ഇതുമായി ബന്ധപ്പെട്ട. ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇറങ്ങാൻ പറ്റില്ല, അതേപോലെ വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളാണ്. ഇതെല്ലാം ഞങ്ങൾ കോർപ്പറേഷൻ അറിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കോർപ്പറേഷൻ ഇത് ചെയ്തു തരാൻ എന്തുകൊണ്ടാണ് കോർപ്പറേഷൻ ചെയ്യാത്തതെന്ന കൗൺസിലർ എന്തുകൊണ്ടാണ് ഇതിനു വേണ്ടി അനാസ്ഥ കാണിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല. പൊതുനിരത്തിനോട് ചേർന്നിരിക്കുന്ന സ്കൂളിന്റെ ഗേറ്റും മതിലും എത്രയും വേഗം പുതുക്കി പണിതില്ലെങ്കിൽ കോർപ്പറേഷനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് രക്ഷിതാക്കളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പുതിയ അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ തന്നെ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് കോഴിക്കോട് പാലാട്ട് AUP സ്കൂൾ. സ്കൂൾ അടച്ചുപൂട്ടാനുള്ള മാനേജറുടെ നീക്കം സ്കൂൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ച ശേഷമാണ് സ്കൂൾ അടച്ചുപൂട്ടാൻ മാനേജർ നീക്കം തുടങ്ങിയത്. പുത്തനുടുപ്പും ബാഗും പുസ്തകങ്ങളുമായി എത്തി പുതിയ അധ്യയന വർഷത്തിൽ പാഠങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ പഠനം ആശങ്കയിലായ വിദ്യാർത്ഥികൾ. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ സ്കൂളിലെ അധ്യാപകർ. 60 വർഷം പഴക്കമുള്ള പാലാട്ട് AUP സ്കൂളിന്റെ അവസ്ഥയാണിത്. 1954 ജൂൺ 1 പ്രവർത്തനം ആരംഭിച്ച സ്കൂളിൽ നിലവിൽ UPയിലെ 3 ഡിവിഷനുകളിലായി 16 കുട്ടികളും 5 അധ്യാപകരുമാണുള്ളത്. 2009 നിലവിലെ സ്കൂൾ മാനേജറായ മുഹമ്മദ് അഷ്റഫ് സ്കൂൾ ഉൾപ്പെടുന്ന സ്ഥലം വിലക്ക് വാങ്ങിച്ചത്. തുടർന്ന് ഈ വർഷം ജൂൺ 3 സ്കൂൾ അടച്ചുപൂട്ടി സ്കൂളിലെ രേഖകൾ AEOക്ക് കൈമാറാനുള്ള ഉത്തരവ് മാനേജർ ഹൈക്കോടതിയിൽ നിന്ന് സമ്പാദിച്ചു. ഉത്തരവനുസരിച്ച് രേഖകൾ സ്കൂളിൽ നിന്ന് നീക്കാനുള്ള ശ്രമമാണ് സ്കൂൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. പ്രധാനാധ്യാപിക തങ്കമണി, രേഖകൾ എടുക്കാൻ ഇവിടുന്ന് നാട്ടുകാരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് കൈമാറാൻ പറ്റുന്നില്ല. അപ്പോൾ ആ റിപ്പോർട്ട് ഞാൻ EOക്ക് കൊടുക്കാൻ പോവുകയാണ്. സ്കൂൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ സംരക്ഷണ സമിതി സമർപ്പിച്ച ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സതീശൻ മാസ്റ്റർ പറഞ്ഞു. യാതൊരു സാമൂഹ്യ ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഉത്തരവാണ്. ഈ ഉത്തരവ് നടപ്പിലാക്കാൻ അഡ്മിനിസ്ട്രേഷന് കഴിയില്ല. കാരണം നാട്ടുകാരും സന്നദ്ധ സംഘടനകളും അധ്യാപക സംഘടനകളുമെല്ലാം ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ നിന്നിരിക്കുകയാണ്. അങ്ങനെ ഈ സ്കൂൾ നിലനിർത്താൻ ഒരു അധ്യാപക സംഘടന എന്നുള്ള നിലയ്ക്ക്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന എന്നുള്ള നിലയ്ക്ക് KSTA അതിന്റെ മുൻപന്തിയിൽ ഉണ്ട് ഈ സമരത്തിൽ ഇത് സംരക്ഷിക്കാൻ വേണ്ടി. ഈ അധ്യയന വർഷത്തിൽ നാട്ടുകാരുടെ ഫലപ്രദമായ ഇടപെടലിലൂടെ 10 കുട്ടികൾ പുതുതായി സ്കൂളിലെത്തിയിട്ടുണ്ട്. സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനും ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനുമാണ് നാട്ടുകാരുടെ തീരുമാനം. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.